പേപ്പർ വാങ്ങിച്ചു വരാം. എക്സാം കഴിഞ്ഞു, ഒരു പേപ്പർ വാങ്ങിട്ട് വരാം. ഫൈനലി നമ്മുടെ ഇന്റേണൽ എക്സാം അങ്ങനെ തീർന്നിരിക്കുകയാണ്. എക്സാമിന്റെ ഇടയിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അതിൽ നടന്ന ഏറ്റവും വലിയ കാര്യമായിരുന്നു അക്ഷയ്ക്ക് വയ്യേണ്ടത്. ചെറിയൊരു പനി വന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി 2 ദിവസം ട്രിപ്പിട്ട് കിടത്തി. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് മനസ്സിലായത് ചെറുക്കന് വെറും പനിയായിരുന്നില്ല, ഡെങ്കു ഫീവർ ആയിരുന്നു എന്ന്. അക്ഷയ് തന്നെ പലപ്പോഴും ഒരു കാര്യമായിരുന്നു അവനെ കാണാനായിട്ട് ഒരു ജനക്കൂട്ടം തന്നെ എപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുന്നു. പക്ഷെ ഇതുപോലെ ഹോസ്പിറ്റലിൽ വൈകാണ്ട് കിടക്കുമ്പോഴാവും അവ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഹോസ്പിറ്റലും തേക്കൊക്കെ ആയിരുന്നെങ്കിലും നമ്മൾ തൊട്ടടുത്ത ദിവസം എക്സാം അത്ര സൂപ്പറായിട്ട് എഴുതിണ്ടായിരുന്നേ കണ്ടില്ലേ. എല്ലാവർക്കും അതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. സന്തോഷം കുറച്ച് കൂടിപ്പോയി തോന്നുന്നു. അവസാനത്തെ എക്സാം ആണെങ്കിൽ ഭയങ്കര ടഫായിരുന്നു. ഞാനും ഫാരിസും ആഷിക്കും ഒരു 1/2 മണിക്കൂർ കൊണ്ട് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വന്ന്. ദൈവദോഷം പറയരുതല്ലോ, വലിയ മാസിൽ പുറത്തേക്ക് ഇറങ്ങി വന്നതാ. വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ വണ്ടിയാണ് പെട്രോളും കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വണ്ടി ഒരു സൈഡിൽ വെച്ച് ഞാനും ഫാരിസും അങ്ങോട്ട് നടന്നു നേരെ റൂമിലേക്ക്. റൂമിലെത്തിയപ്പോഴാണെങ്കിൽ അക്ഷയ്ക്ക് 2 ദിവസത്തേക്ക് കുറച്ച് ഭേദമുണ്ട്. പക്ഷെ ആവേശം മൂത്തൊരു ചെറുക്കനാണെങ്കിൽ റൂമിലുള്ള പാത്രങ്ങൾ മൊത്തം കഴുകി വെച്ച്. കുഴപ്പമില്ല, അതിനുള്ള ദിവസം ഞാനും വിനീതും കൊടുത്തിട്ടുണ്ട്. വിനീതാണെങ്കിൽ നാട്ടിൽ പോകണം, കാരണം അവന്റെ നാട്ടിൽ ചില പരിപാടി ഉണ്ട്. അതിനുള്ള ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ് ഈ കാണുന്നത്. അളിയന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് കോളേജിൽ നിന്ന് ഒരു മെസ്സേജ് വന്നേ നമ്മുടെ പേപ്പർ ഒന്ന് കിട്ടുന്നുള്ളത്. എക്സാം 2 ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്കും പേപ്പറും കിട്ടിയോ. അങ്ങനെ പേപ്പർ വാങ്ങിച്ച് പോകുമ്പോഴായിരുന്നു ഫോണിന്റെ പുറകിലത്തെ ഒരു അഴുക്കുണ്ട് മനസ്സിലാക്കി. ഇനി കീച്ച് കാണുമ്പോൾ എന്ത് പറയണാവോ. അങ്ങനെ ക്യാൻറ്റീന്റെ ഫ്രണ്ടിൽ നിന്ന് ഫാരിസിനെ പിടിച്ച് നേരെ പോയി ക്ലാസ്സിലെത്തിയപ്പോൾ അധികം ടൈമൊന്നും എടുത്തില്ല. അത്രയും പെട്ടെന്ന് തന്നെ പേപ്പർ കിട്ടി. ഇത് പിന്നെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്. ഫുൾ മാർക്കിന് 2-3 മാർക്ക് കുറഞ്ഞു പോയതിനെ പിടിച്ച് പിള്ളേരെ ആട്ടുന്നതാണ് കാണുന്നത്. നമ്മളൊക്കെ പാസ്സാവുന്നതാണെങ്കിൽ 2-3 മാർക്കിനാണ്. ഇത് നമ്മളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ. അടുത്തത് ഫാരിസിന്റെ കൂടെ ആയിരുന്നു. ഫാരിസ് ആണെങ്കിൽ അവിടെ പോയിട്ട് ടീച്ചർ കോംപ്ലിമെന്റ് ആണോ ചെയ്യുന്നത് അതോ പിടിച്ച് ആട്ടോ പോലും മനസ്സിലായില്ല. എന്തോ ആവട്ടെ, ടീച്ചറുടെ സന്തോഷം നമ്മൾ ഒരു ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിയപ്പോഴാണ് കീച്ചനും കിട്ടി. കീച്ചനും കൂട്ടി അതിനെ കഴിക്കാൻ പോകുന്ന വെച്ചപ്പോഴായിരുന്നു കൗസ്താരം കണ്ടേ. അവനെ കണ്ടപ്പോൾ കാണാൻ ഋത്തിക് റോഷനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടുന്ന് പിന്നെ അവൻ ഞങ്ങളെയും കൂട്ടി തൊട്ടടുത്തുള്ള ബേൽപുരി കടയിൽ പോയി. അവിടുന്ന് അതും വാങ്ങിച്ചു തന്നു. തൊട്ടടുത്തുള്ള തിരുമല എന്ന ഹോട്ടലിൽ പോയി അവിടുന്ന് ഐസ്ക്രീം നമുക്ക് വാങ്ങിച്ചു തന്നു. ഇതിവിടെ ഈ ഹോട്ടലിലുള്ള പൂച്ചയുണ്ട അവരെന്നെ വളർത്തുന്നതാ. പുള്ളിക്കാരൻ ചുമ്മാടെ ക്യൂട്ട്നെസ് കാണിച്ചു കിടക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് വ്ളോഗ് എൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ടാറ്റിങ് കാണിച്ച് പോകുന്ന വഴിക്കായിരുന്നു വിനീതും അക്ഷയും കണ്ടത്. അവന്മാരെ നാട്ടിൽ പോവുക. അക്ഷയ്ക്ക് ഓൾറെഡി ഡെങ്കുവിന്റെ മൈൽഡ് സിംറ്റംസ് കാണിച്ചു തുടങ്ങിയതുകൊണ്ട് ഇവിടെ വെക്കേണ്ടായിരുന്നു നമ്മുടെ ഉദ്ദേശം. അവനെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പാക്ക് ചെയ്യുന്ന വെച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.